ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ തൊട്ടിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ അതിരടിക്കുന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ മെയ് 11 തിങ്കളാഴ്ച സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നതായിരിക്കും വൈകിട്ട് 5 മണിക്ക്. ഇന്ന് മെയ് 10 അപ്പോൾ നമ്മുടെ കറുപ്പെന്ന സിനിമയുടെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. കേരള, കർണാടക, തമിഴ്നാട് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള എന്തായാലും പോയി കാണാം. സിനിമയുടെ ട്രെയിലറും വന്നിട്ടുണ്ട്. ഇത്തിരി വൈകിയാണ് വന്നെങ്കിൽ പോലും ഒരു കിടിലൻ ട്രെയിലർ കട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു മാസ് മസാല മൂവിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 സിനിമയാണ് മെയ് 14 റിലീസ് ചെയ്യുന്നത്. തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു ചിത്രമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. സിനിമ അങ്ങനെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന ബുധനാഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നതാണ്. 2 മണിക്കൂർ 14 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. അപ്പോൾ എന്തായാലും OTTയിൽ മികച്ച പ്രതികരണം നേടട്ടെ. നമ്മുടെ കോസ്മിക് സാംസൺ എന്ന സന്ദീപ് പ്രദീപിൻ്റെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു നൈസ് ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നസ്രിയ, ടൊവിനോ തോമസ് എന്നിവർ അഭിനയിച്ച ചിത്രത്തിൻ്റെ ഒരു ടൈറ്റിൽ റിവീല് നമ്മുടെ മെയ് 11 വെളുപ്പിന് 12:30 റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൽ ക്ലാസിക്കോ എന്നാണ് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ വന്നിരിക്കണം. ചിലപ്പോൾ ആ പേര് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ പേര് വല്ല ആയിരിക്കും. ഐ ആം ഗെയിം എന്ന സിനിമയുടെ ഒരു ഡബ്ബിംഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നമ്മുടെ ആൻ്റണി വെർഗസ് പെപ്പയുടെ ഡബ്ബിംഗ് അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു ബ്രേക്കിന് ശേഷം നമ്മുടെ തരുമൂർത്തി ചിത്രമായ അതിമനോഹരം എന്ന സിനിമ അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 10 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് 56ാമത്തെ ദിവസത്തിലാണ് എത്തിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് ശേഷം നമ്മുടെ ചിദംബരത്തിൻ്റെ അടുത്ത ചിത്രമാണ് ബാലൻ. സിനിമയുടെ റിലീസ് തീയതി വന്നിട്ടുണ്ട്. ജൂൺ 19 സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.